കൊല്ലത്തേതോ ഭാഗത്ത് നമ്മുടെ ലയണൽ മെസ്സിയുടെ 108 അടിയുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചതിനെ സംബന്ധിച്ച് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് വളരെ വികാരപരമായി ഒരു പ്രഭാഷണം നടത്തുന്നത് കേട്ടു. അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്താണിപ്പോൾ. അദ്ദേഹം നല്ല ആശയങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ വളരെ സ്നേഹപൂർവ്വം അദ്ദേഹം പറഞ്ഞ ചില ആശയങ്ങളോട് വിയോജിക്കാനും കൂട്ടിച്ചേർക്കാനും എനിക്ക് ചിലതുണ്ട്. ആദ്യം അദ്ദേഹം പറഞ്ഞതിലെ ചില ഭാഗങ്ങൾ കേൾക്കാം. നിങ്ങൾ അറിഞ്ഞ വാർത്ത, കൊല്ലം തലമുക്കിൽ മെസ്സിയുടെ 101 അടി ഉയരമുള്ള ഫ്ലെക്സ് പൊന്തിയത്രേ. കൗതുക വാർത്തയായി മാധ്യമങ്ങളൊക്കെ മത്സരിച്ച് വാർത്തയാക്കുമ്പം എന്നെ കേട്ടിരിക്കുന്ന പുതിയ തലമുറയിലെ മുത്തുമണികളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു നിമിഷം ഒന്ന് കേൾക്കൂല മക്കളെ. ലക്ഷങ്ങൾ മുടക്കി നമ്മൾ പലയിടത്തും ഫ്ലെക്സ് വെക്കുന്നുണ്ട്. നമ്മൾ ആർക്കു വേണ്ടിയാണോ ഫ്ലെക്സ് വെച്ചത് അവർ പോലും നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഇത് വെക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇഷ്ടക്കുറവുണ്ടാവും. നിങ്ങളുടെ സന്തോഷങ്ങളെ മാനിക്കുന്നു. പക്ഷേ മക്കളെ, ചുറ്റുവട്ടം ഒന്ന് നിരീക്ഷിക്കണേ. വേറെ നമ്മോട് പറഞ്ഞല്ല. ഞാൻ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ വാതിൽ തുറന്നപ്പം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ജസ്റ്റിൻ പീറ്ററാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പയ്യനാണ്. എന്തിനു വന്നാണെന്നറിയോ? 27 വയസ്സേ ഉള്ളൂ. 2 കിഡ്നിയും പോയി. കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ജീവിക്കാനുള്ള കൊതി. നമ്മുടെ പ്രായമേ ഉള്ളൂ. 29-30 വയസ്സുള്ള ഒരു പയ്യൻ, നമ്മുടെ പ്രായമുള്ളവൻ ജീവിക്കാൻ വേണ്ടി തൊട്ടോട്ട് ഓടുകയാണ്. അത് കഴിഞ്ഞ് 11 മണിയായപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ഈ കൂണിപ്പുഴയുടെ താഴെ ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെ കണ്ട പാടെ അദ്ദേഹം പെട്ടെന്ന് കാല് പിടിക്കാൻ, ഞാൻ പേടിച്ചു പോയി. കാല് പിടിക്കാൻ പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ, എന്തേ? 3 മാസത്തെ വാടക കൊടുത്തില്ല. ഇന്നത്തെ ദിവസം വാടക കൊടുത്ത് തീർത്തിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഭാര്യ വികലാംഗയാണ്. നാളെ കൊല്ലം കല്ലുവാതുക്കല മദ്യം ദുരന്തം നടന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് പോവുകയാണ്. ഒരു സുരേഷ് ഏട്ടൻ്റെ 8-9 വയസ്സ് പ്രായമുള്ളൊരു മോള് കരൾ പോയതാണ്. അപ്പം അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്തണം. ഞാനിത് പറഞ്ഞത് ഞാൻ അറിഞ്ഞ സംഭവങ്ങളും ഞാൻ അഭിമുഖീകരിച്ച സംഭവങ്ങളും നിങ്ങളോട് പറഞ്ഞാണ്. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരു നേരത്തെ ഗുളിക മേടിക്കാൻ പൈസ ഇല്ലാത്തവരുണ്ട്. ഇതുപോലെ കിഡ്നി പോയ 100 കണക്കിന് ആളുകൾ നിങ്ങളുടെ പഞ്ചായത്തിലുണ്ട്. എന്തിനേറെ, ഈ വർഷം കുട്ടികൾക്ക് ഒരു ബാഗ് മേടിച്ചു കൊടുക്കാൻ പൈസയില്ലാതെ ഈ സാമൂഹ്യ സംഘടനകളൊക്കെ കൊടുത്ത അതൊരെണ്ണം കിട്ടാൻ വേണ്ടി ഓടി നടന്ന മനുഷ്യരുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ലക്ഷങ്ങൾ പൊട്ടിച്ച് തെരുവീതികൾ നമ്മൾ ഫ്ലെക്സ് വെക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? ഈ പ്രയാസവും പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുന്ന മനുഷ്യന്മാരുടെ സ്ഥാനത്തേക്ക് ഒരു പക്ഷേ നമ്മളൊക്കെ നാളെ വന്നേക്കാം. നമ്മൾ ഈ കളഞ്ഞ പണത്തിനും നമ്മൾ ഈ ചെലവഴിച്ച ഊർജത്തിനുമൊക്കെ നമ്മൾ കണക്ക് പറയേണ്ടി വരില്ലേ? അതായത് നമ്മൾ ഈ പൊടിപിടിച്ച് കളയുന്ന പൈസ ഉണ്ടല്ലോ, പല മനുഷ്യരുടെയും സ്വപ്നങ്ങളാണ്, പല മനുഷ്യരുടെയും കിനാവുകളാണ്. ആ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പല കുട്ടികൾക്കും മാതാപിതാക്കളുണ്ടായേനെ, അമ്മയുണ്ടായേനെ, അച്ഛനുണ്ടായേനെ, ചികിത്സിക്കാൻ പണമുണ്ടായേനെ. ഞാൻ ആലോചിച്ചു പോയി. 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ നമ്മുടെ പ്രായമുള്ള ആൾ, നമ്മൾ തെരുവീതികൾ ലക്ഷങ്ങൾ മുടക്കി ഫ്ലെക്സ് വെക്കുമ്പം കൂപ്പുകയുമായി വന്ന് എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പം അവൻ്റെ അതേ പ്രായമുള്ള നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു വേദന ചെറുതല്ല. ഏത് സമുദായമാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, ഏത് ജാതിക്കാരനാകട്ടെ, മനുഷ്യൻ്റെ വേദനകളെല്ലാം തുല്യമാണ്. അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറയോട് സസ്നേഹം പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഒറ്റപ്പെടുത്താനും അല്ല. നിങ്ങളിതൊക്കെ വെക്കും. ഇതൊന്നും നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ എടുക്കത്തില്ലെന്നറിയാം. എന്നിരുന്നാലും ഇതൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടമുള്ള മനുഷ്യന്മാരെ ഒന്ന് കാണാനും കേൾക്കാനും നമ്മൾ തയ്യാറാവണം. ഒന്ന് ശ്രദ്ധിക്കണം. ഒരു നേരത്തെ മരുന്നിനെങ്കിലും ഒരു മനുഷ്യന് നമ്മൾ ഉപകാരം ചെയ്താൽ ഒരിക്കലും ദൈവം നമ്മളെ പാഴാക്കത്തില്ല. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ലയണൽ മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ടർ വെച്ച ചെറുപ്പക്കാരോടാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, 4 വർഷത്തിലൊരിക്കലാണ് ഒരു ഫുട്ബോൾ മാമാങ്കം ലോകത്ത് വരുന്നത്. ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങളിലുള്ള വിവിധ ഭാഷയും സംസ്കാരവും ജാതിയും മതവുമൊക്കെയുള്ള മനുഷ്യർ ഒത്തുചേരുന്ന ഒരു മാമാങ്കമാണ് ഈ ഫിഫ വേൾഡ് കപ്പ് മത്സരമെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് അങ്ങനെയുള്ള ഇടങ്ങൾ വല്ലാണ്ട് കുറഞ്ഞു വരുന്ന കാലത്ത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ കളിയിടങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ചേർന്ന് നിൽക്കലിൻ്റെ മനോഹരമായ നിമിഷങ്ങളാണ് ഈ ഫുട്ബോൾ മത്സരങ്ങളും അതിൽ കൂടുന്ന കൗമാരക്കാരായ യുവാക്കളായ ചെറുപ്പക്കാരുടെ ഒരു മനോഭാവവുമൊക്കെ. യഥാർത്ഥത്തിൽ ആ മഹത്തായ ദൗത്യമൊക്കെ നിർവഹിക്കേണ്ടത്
മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ അവൻ്റെ പ്രയാണം മുതൽ അവൻ്റെ ഇഹലോകം മുതൽ പരലോകം വരെ ഒക്കെ എല്ലാം സമർത്ഥിക്കാനുള്ള കാമ്പും കഴമ്പുമുള്ള മതങ്ങളും മതദർശനങ്ങളുമാണെങ്കിൽ ഇന്ന് ആ മതദർശനങ്ങൾ തമ്മിലും ആ മതങ്ങൾക്കിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ഇല്ലായ്മ ചെയ്ത് വല്ലാണ്ടാക്കി മയ്യത്ത് പോലും കാണാനൊക്കാത്ത അവസ്ഥയാക്കി മയ്യത്ത് നിസ്കരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാക്കി തമ്മിൽ കണ്ടാൽ വേറെ ആരുടെ അനുഗ്രഹമല്ല നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ്റെ അനുഗ്രഹം നിൻ്റെ മേലുണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരാശംസ പോലും പറയാനൊക്കാതാക്കിയ അങ്ങ് പ്രതിനിധീകരിക്കുന്ന അത്തരമുള്ള ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഈ ചെറുപ്പക്കാരോ കൗമാരക്കാരോ ചേർന്ന് നടത്തുന്ന ഒരു സന്തോഷത്തിൻ്റെ സാമ്പത്തിക കണക്കുകൾ പരിശോധിക്കുന്നതിനപ്പുറം അവരെന്തിൻ്റെ വികാരത്തിലാണ് അത്തരമൊരു കാര്യം ചെയ്യുന്നതെന്നും അതുകൊണ്ട് ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചേർന്ന് നിൽക്കലിൻ്റെ ഒരു സന്തോഷം എത്രത്തോളമാണെന്നുള്ളത് കൂടി ഉസ്താദ് മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കണ്ട ആളാണ്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഖത്തറിനെക്കുറിച്ച് വെറുപ്പും വിദ്വേഷവും ഒക്കെ പലരും നാട്ടിലൊക്കെ ഇരുന്ന് നമ്മുടെ മാത്യു സാമുവലിനെ പോലെയൊക്കെയുള്ള ആളുകൾ അടിച്ചെങ്കിലും അവിടെ ചെന്ന് നമ്മൾ അടുത്തിരിക്കുന്നവരെ പരിചയപ്പെടുമ്പോൾ ഏതെല്ലാം രാജ്യങ്ങൾ, ഏതെല്ലാം സമൂഹം, ഏതെല്ലാം ചിന്തകൾ, യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അറിയാതെയെങ്കിലും വിചാരിച്ചു പോവും ഈ മെസ്സിയും റൊണാൾഡോയും ഒക്കെ ഉണ്ടാക്കുന്ന വികാരങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ മതങ്ങൾക്കുള്ളിലും മതത്തിനകത്തും മതങ്ങൾ തമ്മിലും നടത്തുന്ന ഈ ഏറ്റുമുട്ടലിന് ഒരു പരിധിവരെ പരിഹാരമായേനെ എന്നും ചിന്തിച്ചു പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ അൽഹാജ് മെസ്സിയുൽ തങ്ങളുൽ വലിയുല്ലാഹ് എന്നൊക്കെ പറഞ്ഞൊരു പേര് വെച്ചൊരാളിറങ്ങിയ ആ ഒരു സന്ദേശമായിരുന്നെങ്കിൽ ഇന്നുള്ള പല സമാനമായ പേരുകൾ ഉണ്ടാക്കുന്ന ഫിത്നകളെക്കാൾ, കുഴപ്പങ്ങളെക്കാൾ, ഇടങ്ങാറുകളെക്കാൾ എത്ര ആപേക്ഷികമായി നന്നായിരുന്നു എന്ന് പറയേണ്ടി വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഗതികേട് കൂടിയാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് 4 വർഷത്തിലൊരിക്കലുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ അങ്ങ് പറയുന്നത് പോലെ ഈ ബോർഡ് വെക്കുന്നതിന് ചിലപ്പം 2 ലക്ഷം രൂപ ചിലവായി കാണും, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ചിലവായി കാണും, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ചിലവായി കാണും. 10, 50, 100 ചെറുപ്പക്കാർ അവരെത്ര സന്തോഷപൂർവ്വം അവർ സമാഹരിച്ച തുക കൊണ്ടുവന്നാണ് ഇത്തരം ഒരു കാര്യം അവർ ചെയ്ത് അതിൻ്റെ ഒരു സന്തോഷം ഇത് തീരുന്നതുവരെ തങ്ങളുടെ അധ്വാനം കൊണ്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി ആർക്കും ബുദ്ധിമുട്ടില്ലാതെ എവിടെങ്കിലും വെക്കുന്നത് വെച്ചോട്ട് ഉസ്താദെ, അതിലെന്ത് ദോഷമുള്ളത്? ഇനി അങ്ങനെ ഉള്ളതെല്ലാം ഉസ്താദ് പറഞ്ഞതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിക്കാനാണെങ്കിൽ ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചെടുത്ത് മാത്രമല്ലല്ലോ പറയേണ്ടത്. ഇത് 4 കൊല്ലത്തിലൊരിക്കൽ അവർ ചെയ്യുന്ന അവരുടെ അധ്വാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർ നടന്ന് പിരിവെടുത്തുണ്ടാക്കുന്ന ഒരു സംഗതിയല്ലേ. ഇത് ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന മതസംഘടനകളില്ലേ, ആ സമ്പത്തുള്ള പ്രമാണിമാരെ കൊണ്ട് നടക്കുന്ന ഈ പറയുന്ന ഇഹലോകത്തെ ജീവിതം വരും തുച്ഛമാണെന്നും പരലോകമാണ് പരമമായ യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുകയും എന്നാൽ ഏറ്റവും കൂടിയ എസ് ക്ലാസ് ബെൻസിലല്ലാതെ സഞ്ചരിക്കാത്ത എത്രയോ പേരുണ്ട്. അതുള്ളവരെ കാണുമ്പോൾ കിതാബും ഖുർആനും ഹദീസും എല്ലാം മടക്കി വെച്ച് അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ന്യായീകരിച്ച് വള്ളി പുള്ളി വിടാതെ അതിനെയൊക്കെ സമർത്ഥിച്ച് ഖത്തം മുണുങ്ങി പിരിഞ്ഞു പോകുന്നവരല്ലേ ഒരുപാട് പേർ. അവരുടെ പേര് പറഞ്ഞതുപോലെ ഉസ്താദിന് ഒരു വീഡിയോ ഉണ്ടാക്കാവോ? പറ്റില്ല, പിൻവലിക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ വീട് വെക്കുന്നതിൽ, കല്യാണം നടത്തുന്നതിൽ ഒക്കെ എത്രയോ കോടികൾ പൊടിച്ചിട്ട് ആ ചടങ്ങുകളിൽ പോയിരുന്ന് പഞ്ചപുച്ഛമടക്കി അവരുടെ മഹത്വം പ്രസംഗിച്ച് അവരെ കയ്യിൽ നിന്ന് കിട്ടുന്നതും വാങ്ങി പിരിഞ്ഞു പോകുന്നവരുടെ നാട്ടിൽ കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ ചെയ്തതിനെ ഇത്രയും നമ്മൾ വിലയിരുത്തി അത് സാമൂഹ്യ നന്മയിലേക്ക് ചാലകശക്തിയാകുന്നതെന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല ഉസ്താദെ. ഇതൊക്കെ നമ്മളതിനു വേണ്ടി മുടക്കിയ അധ്വാനം ഇതൊക്കെ നോക്കുമ്പോൾ സിഗ്നിഫിക്കൻ്റ്. എന്തിന്? മയ്യത്ത് നിസ്കരിക്കുന്ന വേളയിൽ നിസ്കരിക്കാൻ വന്ന് നിൽക്കുന്നവരെ ഉണർത്താൻ വേണ്ടി ഒരു അല്പസമയം എടുക്കാറുണ്ട്. ആ സമയത്ത് ചില നല്ല പണ്ഡിതന്മാർ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നമ്മൾ നിസ്കരിച്ചോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ നല്ലൊരു ശതമാനം പേരും അപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ കിടക്കുന്ന ആളിൻ്റെ മക്കൾ ഭയങ്കര ഹിദ്മത്തുകാരാണ്, എല്ലാ പണ്ഡിതന്മാരെയും സ്നേഹിക്കുന്നവരാണ്, അവരുടെ ആവശ്യങ്ങൾക്കും ഉപകാരങ്ങൾക്കും എല്ലാം സഹായിക്കുന്നവരാണെന്ന് വെച്ചാൽ ആ സമയത്തും കയറ്റി കൊടുക്കുക ഞരമ്പിക്കൂടെ. അത്രയൊന്നും കുഴപ്പം ഈ ഫ്ലെക്സ് ബോർഡ് വെച്ച ചെറുപ്പക്കാർക്കുണ്ടാവില്ല. അത്രയൊന്നും കുഴപ്പം ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ വീട് വെക്കുമ്പോൾ അതുപോലുള്ള സംഗതികൾ. ഇനി എല്ലാം പോട്ടെ, ഉസ്താദ് ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റിൻ്റെ അടിയിൽ കമൻറ്റും ഒക്കെ ഇട്ട് ആവേശം കൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അവരുടെ പേരും വീട്ടഡ്രസ്സും ഒന്ന് വാങ്ങിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഈ എഴുതിയിരിക്കുന്നവരിൽ എത്രയോ ആളുകൾ ഈ പറയുന്ന സാമ്പത്തികമുണ്ടായിട്ടും സഹായം കിട്ടാത്തവരോ സഹായിക്കാത്തവരോ ആയിട്ടുള്ള എത്രയോ പേരുണ്ടാവുമെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ കമൻ്റ് എഴുതാനും ആവേശം കൊള്ളാനും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നേർക്ക് നേരെ യാഥാർത്ഥ്യത്തിലേക്ക് താഴെ വരുമ്പോൾ ഈ ഒരു ചിന്തയും ഈ ഒരു ഉപദേശവും ഈ കുട്ടികളോട് മാത്രമല്ല, ഇതിനേക്കാൾ ആഴത്തിൽ ഇത് നയിക്കുന്നവരിലും ഇന്നിത് കൈവച്ചിരിക്കുന്നവരിലുമൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇനി ഞാനൊരു കാര്യം കൂടി ഉസ്താദിനോട് പറയട്ടെ. ഉസ്താദിൻ്റെ വയസ്സ് എത്രയാണെന്ന് എനിക്കറിയില്ല.
ഞാനൊക്കെ 50കളിലേക്കെത്തി. ഈ 40കളിൽ 50കളിൽ 60കളിലൊക്കെയുള്ള മനുഷ്യരെക്കാൾ എത്രയോ നല്ല കുഞ്ഞുങ്ങളാണെന്നറിയോ ഈ 20ലും 25ലും 18ലും ഒക്കെ ഉള്ളത്. ഇച്ചിരി ദുശീലമൊക്കെ കാണും, അവർക്ക് ചിലപ്പോൾ കമ്പനി കാണും, അതൊക്കെ കാണുമെങ്കിലും നമ്മുടെ കൂട്ട് എല്ലാവരും നശിക്കണമെന്നുള്ള ആഗ്രഹമോ വർഗീയ മത ചിന്തകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള മൃഗീയമായ ഭാവനകളോ വളരെയേറെ കുറവാണ്. ഈ സാമൂഹ്യ മാധ്യമത്തിൽ അവർ ഇത്രയും നിൽക്കുന്നല്ലോ. നമ്മുടെ പ്രായത്തിലുള്ള ആളുകളുണ്ടല്ലോ, ഈ ശശികല, ബാബു, രവിചന്ദ്രൻ, പിന്നെ അതുപോലെയുള്ള സംഗതികൾ ചെയ്യുന്ന ആളുകളുടെ പ്രായവും ഞാൻ ഈ പറഞ്ഞ 20ഓ 18ഓ വയസ്സുള്ള പിള്ളേരുടെ പേജുകളും നോക്കണം. അപ്പോൾ അതുകൊണ്ട് സംഗതിയൊക്കെ ശരിയാണെങ്കിലും തുടങ്ങേണ്ടത് മെസ്സിയുടെ ഫ്ലെക്സ് ബോഡിയിൽ നിന്നും ഇവരിൽ നിന്നും അല്ല. അതിനേക്കാൾ വലിയ വമ്പൻ തിമിംഗലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഈ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ കൊണ്ടു നടക്കുന്നവനെ ഓടിച്ചിട്ട് പിടിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ഇതിൻ്റെ മൊത്തവിതരണക്കാരനുണ്ട്, അവനെ പിടിച്ചെങ്കിൽ മാത്രമേ ഇത് അടിയുള്ളൂ. അവനെ പിടിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെയും അത് പ്രസക്തമാണ് ഉസ്താദ്.